രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ പീഡനങ്ങളിലൊന്നായിരുന്നു ഉന്നാവ് പീഡന കേസ്. മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗർ അതിക്രൂരമായാണ് ഉന്നാവിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ MLA ഉപദ്രവിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അതിജീവിതയും കുടുംബവും വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു. പക്ഷേ ഉന്നാവ് കേസിൽ പരാതിയുമായി മുന്നോട്ട് പോയതിന്റെ പേരിൽ ആ പെൺകുട്ടിക്ക് തന്റെ അച്ഛനെ വരെ നഷ്ടപ്പെട്ടു. അത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ. കൂടാതെ അതിജീവിതയുടെ അമ്മായിമാരും അഭിഭാഷകരും ഒരു ദുരൂഹ അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ BJPയുടെ മുൻ MLA ആയ പ്രതിയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒടുക്കം രാജ്യം കാത്തിരുന്ന വിധി വന്നു. പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നീതിക്കായി അതിജീവിതയും അമ്മയും വീണ്ടും തെരുവിലിറങ്ങുന്ന സ്ഥിതിയാണ് രാജ്യം കണ്ടത്. ഡൽഹി ഹൈക്കോടതി കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കി. രാജ്യമാകെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. നിയമ വിദഗ്ധർ പോലും ഈ വിധിയിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ഡൽഹി ഹൈക്കോടതിയുടെ ഈ വിധിക്കെതിരെ രാജ്യത്തെങ്ങും രൂക്ഷ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് അരങ്ങേറിയത്. ഒപ്പം CBI ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. കേസിലെ പ്രതിയും BJP മുൻ MLAയുമായ കുൽദീപ് സിംഗ് സെൻഗറിനെ പുറത്തുവിട്ടാൽ അതിജീവിതയുടെയും അമ്മയുടെയും ജീവൻ അപകടത്തിലാകുമെന്ന് CBI സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിൽ പറയുന്നു. ഇപ്പോഴിതാ ഉന്നാവ് പീഡന കേസിലെ അതിജീവിതയ്ക്ക് നീതി ആവശ്യപ്പെട്ട് ദില്ലിയിൽ ഇന്നും സാമൂഹിക പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കാൻ പോവുകയാണ്. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുക, പ്രതിയായ BJP നേതാവ് കുൽദീപ് സിംഗ് സെൻഗറിന്റെ ജാമ്യം റദ്ദാക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിയാകും പ്രതിഷേധം നടത്തുക. ഇന്നലെ പാർലമെന്റിന് മുന്നിലും വനിതാ ആക്ടിവിസ്റ്റുകൾ പ്രതിഷേധിച്ചിരുന്നു. ഇത്തരത്തിൽ നിരവധി പ്രതിഷേധങ്ങളാണ് രാജ്യമെങ്ങും അരങ്ങേറുന്നത്. കേസിൽ പ്രതിയായ കുൽദീപ് സിംഗ് സെൻഗറിന്റെ ശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് വന്നപ്പോൾ തന്നെ അതിജീവിത രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും നേരിൽ കണ്ട് തങ്ങളുടെ സങ്കടങ്ങളും ആശങ്കകളും പറഞ്ഞിരുന്നു. എന്നും കൂടെ ഉണ്ടാവുമെന്നും കേസിലെ പ്രതികൾക്ക് തക്ക ശിക്ഷ വാങ്ങി നൽകുമെന്നുള്ള ഉറപ്പും ഇരുവരും നൽകി. എന്നാൽ നമ്മുടെ നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല, അതിജീവിതയെ കാണാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അതിജീവിതയ്ക്കല്ല മറിച്ച് പ്രതികൾക്കാണ്, അതും സ്വന്തം പാർട്ടിയിലെ തന്നെ പ്രതികൾക്കാണ് ഈ സർക്കാർ മുൻതൂക്കം നൽകുന്നതെന്ന്. നേരത്തെ കുൽദീപ് സിംഗ് സെൻഗർ പുറത്തിറങ്ങുന്നതിൽ പ്രതികരിച്ച് അതിജീവിതയും അമ്മയും രംഗത്ത് വന്നിരുന്നു. ജയിലിന് പുറത്തിറങ്ങിയാൽ കുടുംബത്തെ ഇല്ലാതെയാക്കുമെന്ന് പ്രതിയായ മുൻ BJP MLA ജയിലിന് പുറത്തിറങ്ങിയാൽ കുടുംബത്തെ ഇല്ലാതെയാക്കുമെന്ന് പ്രതിയായ മുൻ BJP MLA ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് അതിജീവിതയുടെ അമ്മ പറയുന്നു. പ്രതി പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ തന്റെ കുടുംബത്തിന്റെ സുരക്ഷയിൽ വലിയ ആശങ്കയുണ്ടെന്നും പുറത്തിറങ്ങാൻ പോലും പേടിയാണെന്നും അതിജീവിതയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. സത്യത്തിൽ എന്താണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കുന്നത്? BJP സർക്കാർ അധികാരത്തിൽ കയറിയതു മുതൽ പ്രതിദിനം പീഡന കേസുകൾ വർദ്ധിച്ചു വരികയാണ്. അതിൽ ഭൂരിഭാഗവും BJP നേതാക്കളും പ്രവർത്തകരും തന്നെയാവും. അവർക്കെതിരെ നടപടികൾ എടുക്കാനോ അതിജീവിതകൾക്ക് നീതി ലഭ്യമാക്കാനോ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നവർ ഒന്ന് ശ്രമിക്കാറ് പോലുമില്ല. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ നൽകുന്നതുവരെ നിരന്തരമായി പോരാടിക്കൊണ്ടേയിരിക്കും. ഇനിയും ഇത്തരത്തിൽ സ്ത്രീകളെ വേട്ടയാടുന്ന, സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയും മുൻഗണനയും നൽകാത്ത ഒരു സർക്കാരിനെ ഇനി എന്തടിസ്ഥാനത്തിലാണ് വീണ്ടും അധികാരത്തിൽ കയറ്റേണ്ടത്? ഈ ഒരു സംഭവത്തോടെ വീണ്ടും BJP കയറുമെന്ന വ്യാമോഹം നടക്കില്ല.